അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമ്മൾ പുട്ട് തയ്യാറാക്കുന്നതാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ. അതിനായി നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലൂടെ ഞാൻ ഇടുന്നത് 2.5 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. 2.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തിട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം നല്ലോണം തിളപ്പിക്കണം. നല്ല കട്ട തിളപ്പൊഴിക്കണം. ആ തിളച്ച വെള്ളം നമ്മളതിനകത്ത് ഒഴിച്ച് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകത്ത് നമുക്കിതൊന്ന് വെച്ചേക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് കുതിർന്ന് കിട്ടും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എടുത്ത് നമ്മൾ ഒന്ന് ചൂടുവെള്ളത്തിൽ വീണ്ടും ഒന്ന് കഴുകി അരിച്ചെടുക്കണം. നമ്മൾ അരിപ്പിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ എടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം മൊത്തത്തിൽ ഞാനങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി ആ തേങ്ങ ഇതിനകത്തെല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, എന്നും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്യണേനെ. ഫോളോ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ കൂട്ടുകാരെ. നല്ലോണം ഇളക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നത് പറഞ്ഞാൽ പാകത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് നമുക്ക് പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പെല്ലാം ഒന്ന് യോജിപ്പിച്ചാക്കി എടുക്കാം നമുക്ക്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇനി നമുക്ക് ദണ്ഡനായി എടുക്കുന്ന ചിരട്ടപ്പുട്ടാണ്. അതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാം വെച്ച് കൊടുത്ത് മേളിലും കുറച്ച് തേങ്ങ വെച്ചിട്ട് നമ്മൾ കുക്കറാണ് വെച്ചിരിക്കുന്നത്. കുക്കറിനകത്ത് വെച്ച് നമുക്കൊന്ന് ആവി കയറ്റാം. കൂട്ടുകാരുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ടും എല്ലാം ഉണ്ടെന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കൂട്ടുകാരെ, നമ്മൾ സാധാരണപ്പെട്ട വീഡിയോസാണ് കൂടുതലും ചെയ്യാറും. നമുക്ക് ഇത് ആവിയിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇച്ചിരി നമ്മൾ വേവ് എടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാവ് പോലല്ല, ഓൾറെഡി ഇത് വെന്ത സാധനമാണ്. എന്നാലും നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ഒരു മീഡിയം ഫ്ലെയിമിനകത്തിട്ടൊന്ന് ആവി കയറ്റണമെങ്കിൽ എല്ലാം നല്ലോണം ഒന്നും കൂടി ഒന്ന് സെറ്റായി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റാം. അപ്പോൾ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എന്തെങ്കിലും കമൻ്റായിട്ട് നിങ്ങൾ കമൻ്റ് ആയിട്ട് ഞങ്ങളെ അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ.